അസ്സലാമു അലൈക്കും. എല്ലാ മാന്യപ്രേക്ഷകർക്കും മസാല ബേയുടെ ഇന്നത്തെ റംദാൻ വിഭവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കായി റംദാൻ വിഭവം ഒരുക്കുന്നത് മസാല ബേയുടെ ഷെഫായ ടിബിനാണ്. സോ ടിബിനോട് നമുക്ക് ചോദിക്കാം എന്താണ് ഇന്നത്തെ വിഭവത്തിൻ്റെ സ്പെഷ്യൽ രഹസ്യക്കൂട്ട് എന്ന്. ഹായ് ടിബിൻ. സോ എന്താണ് ഇന്ന് നമ്മൾക്കായി ചെയ്യാൻ പോകുന്നത്? എന്താണ് ഇതിൻ്റെ കൂട്ടുകൾ? ബീഫ് കിഴി. സോ ആദ്യം നമ്മൾ എന്താണ് ഇടാൻ പോകുന്നത്? നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫാണ്. ഇത് മുളക് പൊടി, പെരിഞ്ചീരകം, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, ജൂലിയൻ ചെയ്തേക്കുന്ന ഇഞ്ചി, പച്ചമുളക് ഡൈസായിട്ട്, സവോളയുടെ ക്യൂബായിട്ട്, തക്കാളിക്ക് ക്യൂബായിട്ട്, ഉരുളക്കിഴങ്ങ് ക്യൂബായിട്ട്, പിന്നെ പെപ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഓയിൽ ഒഴിക്കാം. ഓക്കെ, ഓയിൽ ആവശ്യത്തിന് എടുക്കുക. അത് കഴിഞ്ഞ് ആദ്യം ഇഞ്ചിയാണ് ഇടുന്നത്. ഇഞ്ചി ഇടുക. ഓക്കെ, അത് കഴിഞ്ഞ് ചില്ലി ഇടുക. ഇത് എരിവിനനുസരിച്ചാണ്. അപ്പം എരിവ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൂടുതലിടാം. ഇത് നന്നായിട്ട് സോട്ടാവുന്നത് ഏകദേശം സോട്ടായിട്ടുണ്ട്. നമുക്ക് ബീഫ് ഇടാം. ഓക്കെ, ഇനി ബീഫ് ഇടാൻ പോവാണ്. ബീഫ് ഇട്ട് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് മഞ്ഞൾ പൊടി ഇടുക. ഓക്കെ, ഗരം മസാല എല്ലാം 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ. ഓക്കെ, മഞ്ഞൾപ്പൊടി ലൈറ്റായിട്ട് അത് ഇട്ടാൽ മതി. കാരണം ബീഫ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിക്കുന്നത്. ഓക്കെ, നമ്മൾ ഗരം മസാല സോമ്പിൻ്റെ ഫ്ലേവറാണ് കൂടുതലായിട്ട് വേണ്ടത്. സാൾട്ട് ആവശ്യത്തിന്. ഓക്കെ, ലൈറ്റായിട്ട് സോട്ടായി കഴിഞ്ഞാണ് നമ്മൾ മുളക് പൊടി ഇടുന്നത്. ഓക്കെ, എല്ലാം ബ്ലെൻഡ് ആയിട്ട് വരുന്നുണ്ട്. മുളക് പൊടി ഇട്ട് കഴിഞ്ഞ് ഇതിന് ശേഷം കുരുമുളക് പൊടി ഇടാം. ഓക്കെ, കുരുമുളക് പൊടി ഇട്ട് കഴിയുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ഫ്ലേവറും കാര്യങ്ങളും ഒന്നും കൂടെ ബീഫ് ബ്ലാക്ക് ആവുന്നതും. ഓക്കെ, ഇപ്പം തന്നെ നല്ല മണമൊക്കെ വന്നു തുടങ്ങി. ഇപ്പം തന്നെ അറിയാം നമുക്ക് നല്ല സംഭവം, നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ് ഇതെന്ന്. ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. പകുതി ആയിട്ടുണ്ട്. ഓക്കെ, ബീഫിന് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. ഓക്കെ, ഇപ്പം കളറൊക്കെ ചേഞ്ച് ആയിട്ട് നമുക്ക് ഇപ്പം തന്നെ വരും. എല്ലാം റെഡിയാവും. സബോള ഇടും. ക്യൂബായിട്ട് കട്ട് ചെയ്തേക്കുന്നത്. ബീഫ് ഒരു ബ്ലാക്ക് ആയി കഴിയുമ്പോഴാണ് ഇതെല്ലാം ഇടുന്നത്. ഓക്കെ, ടൊമാറ്റോ, പൊട്ടാറ്റോ. ഓക്കെ, ഇതെല്ലാം ഇട്ട് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് സബോളയും തക്കാളിക്കും ഇതെല്ലാം കൂടെ ഒന്ന് സോട്ടാകാൻ വേണ്ടി നമ്മൾ ഒരു 5 മിനിറ്റ്. ഓക്കെ, ബീഫ് കിഴിയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ബീഫ് കിഴി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ബീഫ് കിഴി റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കിതൊരു എന്തിലേക്കാണ് ഇത് മാറ്റാൻ പോകുന്നത്? വാഴയിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. ഓക്കെ, ഒരു വാഴയിലേക്കാണ് ഇവിടെ മാറ്റാൻ പോകുന്നത്. ഇതാ വാഴയിലയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. നമുക്ക് ഇതിലേക്ക് ഇത് മാറ്റാം. ഇനിയാണ് ഇതിൻ്റെ മെയിൻ സംഭവം വരാൻ പോകുന്നത്. കിഴി കെട്ടിയിട്ട് നമ്മൾ ഇത് ഓയിലിൽ നമ്മൾ ഒന്നും കൂടെ സോട്ടാക്കി എടുക്കുമ്പോഴാണ് നമ്മുടെ വീടുകളിലും നാടൻ സ്റ്റൈലായ നമ്മുടെ ഇതിൻ്റെ വാഴയിലയുടെ ഫ്ലേവറൊക്കെ വന്നു കഴിയുമ്പോൾ ഒന്നും കൂടെ ഭംഗിയും അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആകുള്ളൂ. വാഴയിലയുടെ കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. വീടുകളിൽ നമ്മൾ പൊതിച്ചോറൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ അതിൻ്റേതായ വീണ്ടും ഒരു ഫീലിംഗ് കൂടെ നമുക്ക് കിട്ടുകയാണ് ഇതിലൂടെ. ഈ കിട്ടുന്നത് ഇതിൻ്റെ വള്ളി തന്നെ എടുക്കുന്നത് നമ്മൾ ഈ വാഴയിലയുടെ തന്നെ തണ്ടിൽ നിന്ന് തന്നെയാണ്. ആദ്യമായിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒതുക്കണം. ഇത് നന്നായിട്ട് ഒതുക്കി ഇതിൻ്റെ വള്ളി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വള്ളി എടുത്ത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം കിഴി. അപ്പോൾ അതാണ് ബീഫ് കിഴി എന്ന് പറയുന്നത്. നന്നായിട്ട് മുറുക്കെ കെട്ടണം. ഇത് നമ്മൾ ഇതിന് ശേഷം നമ്മളിത് കടായിലിട്ട് നമ്മൾ ഒന്നും കൂടെ നമ്മൾ സോട്ട് ചെയ്യുന്നുണ്ട്. കിഴി കെട്ടിക്കഴിഞ്ഞു. നമ്മളിത് കടായിൽ വെച്ച് കഴിഞ്ഞിട്ട് ഓയിൽ ഒഴിക്കണം. കടായി നന്നായിട്ട് ചൂടായി ഓയിൽ ഒഴിച്ച് ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ച്
വെച്ചിട്ട് നമ്മൾ ഇത് നന്നായിട്ട് നമുക്ക് ഈ ഓയിലിലും കൂടെ ആകുമ്പോഴത്തേന് ഈ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇതിലിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഒന്നും കൂടെ ഈ ഇലയുടെയൊക്കെ ഫ്ലേവറും കൂടെ ഇറങ്ങി കഴിയുമ്പോൾ ബീഫിനൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാ എപ്പോഴാണോ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ടേസ്റ്റ് ചെയ്യാൻ, ഞാനും പ്രേക്ഷകരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് അതിനുള്ളിൽ റെഡിയാവാം. ഓക്കെ, സോ 2-3 മിനിറ്റ് ഇത് കടാരയിലിട്ടൊന്ന് സോട്ട് ചെയ്യാം. ബീഫ് കിഴി റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നമ്മുടെ ബീഫ് കിഴി റെഡി ആയി കഴിഞ്ഞു. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ബീഫ് കിഴി നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഓക്കെ, സോ മസാല ബേയുടെ ഷെഫ് ടിബിൻ ഇനി നമുക്ക് ഈ ബീഫ് കിഴി തുറക്കാൻ പോവുകയാണ്. മസാല ബേയുടെ പാരമ്പര്യ രുചിക്കൂട്ടായ ബീഫ് കിഴി തുറന്നിട്ട് വേണം വേഗം രുചിച്ചറിയാൻ. അപ്പം നമ്മളത് തുറക്കാൻ പോവുകയാണ്. തുറന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും വെയിറ്റിംഗ് ആണ് ഇതിൻ്റെ രുചി അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ഉടനെ തന്നെ രുചിച്ച് എല്ലാവർക്കും പറഞ്ഞു തരാം എങ്ങനെ ഇരിക്കുന്നു എന്ന്. ബീഫ് കിഴി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ടിബിൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വേറെ എവിടെയും ഇങ്ങനെ കഴിച്ചിട്ടില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത എപ്പിസോഡിൽ മസാല ബേയുടെ പുതിയൊരു രുചികൂട്ടുമായി ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ പുതിയൊരു റംദാൻ വിഭവമായി.